വന്ദനം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. അവിടെ നമ്മൾ നോക്കണം, 2-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. യേശുവിന്റെ കല്ലറയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ സംഭവിച്ച കാര്യമാണ് കല്ല് ഉരുട്ടി മാറ്റുന്ന ഒരു ദൂതൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ സൂര്യനെ കാണാം, ചന്ദ്രനെ കാണാം, എന്നാൽ ദൂതന്മാർ പണ്ടേ ഉള്ളൂ ഇപ്പോഴില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ സൂര്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടെങ്കിൽ ആ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചത് അതുപോലെ നിലനിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ മിനിസ്ട്രിയും ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് പറയാനുള്ള കാര്യം, ഞാൻ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ നടന്ന ഒരു എൻകൗണ്ടർ കൂടി ഞാൻ പറയാൻ തക്കണം ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ ആത്മവിശ്വത്തിലേക്ക് പോയ സമയത്ത് 2 ദൂതന്മാർ ഹല്ലേലൂയ ഒരു വലിയ ജീപ്പിനകത്ത് എന്നെ ഇരുത്തിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ച. ഞാനിങ്ങനെ ആകാശത്തൂടെ ഒരു പുറത്ത് ഒക്കെ ഓപ്പണായ, എന്ന് വെച്ചാൽ ഈ ജീപ്പിന്റെ പ്രത്യേകത, ഇതിന് ഹല്ലേലൂയ അതിന്റെ മുകൾ വശമൊന്നും മൂടിയിട്ടില്ല, ഓപ്പണാണ്. മുകൾ വശം എല്ലാം കാണാം. ഞാൻ നോക്കുമ്പോൾ ഞാൻ വലിയൊരു ട്രാക്കിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആ ഹല്ലേലൂയ ആ ജീപ്പ് തിരികെയും മറിയുകയും ചെയ്തപ്പോൾ ഞാൻ ഭയപ്പെട്ട് ഞാൻ ദൂതനോട് പറഞ്ഞു, ഞാൻ വീണു പോകും. അന്നേരം എന്നോട് ദൂതൻ പറഞ്ഞു, നോ നീ വീണു പോകത്തില്ല, ഹല്ലേലൂയ എന്ന് പറയുവാൻ. ഇതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്റർനാഷണൽ ബോർഡറുകളിലേക്ക് പോകാനുള്ള ക്ഷണം എനിക്ക് കിട്ടുവാൻ ഇടയായത്. എൻകൗണ്ടറുകൾ വെറുതെ അല്ല, അത് നമ്മുടെ വഴികളെ തുറക്കുന്നതാണ്. ദൂതൻ ഹല്ലേലൂയ ഇവിടെ പറയുന്നു, ദൂതൻ വന്ന് കല്ല് ഉരുട്ടി മാറ്റുവാൻ ഇടയായി. ഇന്ന് എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്ന് നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവ് ഹല്ലേലൂയ അവൻ തന്നെ ദൂതനെ അയച്ച് അവരെ വിടുവിച്ചിരിക്കുന്നു. അതേ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു സീസൺ ഓപ്പൺ ആയിരിക്കുക. അവർ വിചാരിച്ചു, ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും, ആര് ഞങ്ങളെ സഹായിക്കും? മാനുഷികമായ സഹായങ്ങൾ ഇന്ന് ആർക്കും ചെയ്യാൻ പറ്റാതെ മാറി നിൽക്കുമ്പോൾ നിയമം നിൽക്കുകയാണ്. മാനുഷികമായ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റോമ മുദ്ര പൊട്ടിച്ചാൽ അവൻ ജയിലിൽ പോകും, അല്ലെങ്കിൽ തല പോകും. മാനുഷികമായ എല്ലാ ശ്രമങ്ങളും നിങ്ങൾ പരാജയപ്പെട്ട് ദൈവത്തിലേക്ക് നോക്കി നിൽക്കുകയാണോ? ആരും സഹായിപ്പാനില്ലെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണോ? ഞാൻ പറയുന്നു, ദൈവം തന്നെ ദൂതനെ അയച്ച് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ.